പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മാന്യ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, തീവ്രവാദം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പേ സമർപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും ശാന്തിയുടെയും മതമാണ്. ആ മതത്തിൽ തീവ്രവാദം എന്ന ഒന്ന് തന്നെയില്ല. ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തീവ്രവാദത്തെ തുടച്ചു നീക്കിക്കൊണ്ടുള്ള അതിമഹത്തായ ഒരു വചനമാണ് സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ. ആരെങ്കിലും ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിക്ക് പകരമല്ലാതെ, അല്ലെങ്കിൽ ഔ ഫസാദൻ ഫിൽ അർളി, ഈ ഭൂമുഖത്ത് വല്ല കുഴപ്പമോ ഉണ്ടാക്കുകയും ചെയ്താലല്ലാതെ ഒരാളെയും കൊല്ലാൻ പാടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ ഫകഅന്നമാ ഖതല നാസി ജമീഅ, ഈ ഭൂമുഖത്തുള്ള സർവ്വ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് തുല്യമാണ്. തുടർന്ന് അല്ലാഹു പറയുന്നു, വമൻ അഹ്യാഹ, ആരെങ്കിലും ഒരു ജീവനെ രക്ഷിച്ചാൽ ഫകഅന്നമാ അഹ്യന്നാസി ജമീഅ, ഈ ഭൂമുഖത്തുള്ള സർവ്വ മനുഷ്യരെയും രക്ഷിച്ചതിന് തുല്യമാണ്. അത്രക്ക് മഹത്തായ ഈ ദീനുൽ ഇസ്ലാമിൽ യാതൊരു വിധത്തിലുള്ള തീവ്രവാദവും അനുവദിക്കുന്നതല്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, സഹാബിയോട് പറഞ്ഞു, ആ സ്ത്രീ നരകത്തിലാണ്. എന്താണ് കാരണം? അവളൊരു പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ അത് ചത്തുപോയി. അതാ കാരണത്താൽ അവൾ നരകത്തിലാണ്. മറ്റൊരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ വ്യക്തി സ്വർഗത്തിലാണ്. അയാൾ എന്താണ് ചെയ്തത്? ദാഹിച്ച് വലഞ്ഞു വന്ന ഒരു പട്ടിക്ക് അയാൾ വെള്ളം കോരിക്കൊടുത്തു. അതും പൊട്ടക്കിണറ്റിൽ നിന്ന് അയാൾ കഷ്ടപ്പെട്ട് താഴെ ഇറങ്ങി അയാളുടെ ഷൂസിൽ വെള്ളം നിറച്ചു കൊണ്ടാണ് ആ പട്ടിക്ക് കൊടുത്ത് ദാഹം ശമിപ്പിച്ചു. അപ്പോൾ ഒരു ജീവനോട് അള്ളാഹു കാണിക്കുന്ന കാരുണ്യത്തിന്റെ വലിപ്പമൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രക്കും മഹത്തായ ദീനുൽ ഇസ്ലാമിൽ തീവ്രവാദത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്തതാണ്. അങ്ങനെ ആരെങ്കിലും തീവ്രവാദം നടത്തിയാൽ അവൻ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ വചനത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് എല്ലാവിധ തീവ്രവാദങ്ങളിൽ നിന്നും അകന്നുകൊണ്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹു എല്ലാവിധ തീവ്രവാദങ്ങളിൽ നിന്നും നാം ഏവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.